ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ ഇന്ന് പറയാൻ പോകുന്നത് ഓം നമഃശിവായ വീടുകളിൽ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ്. വീട്ടിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെല്ലാട്ടോ. എങ്കിലും സ്ത്രീകൾക്ക് സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ പിന്നെ നിത്യജീവിതത്തിൽ നമുക്ക് ഓം നമഃശിവായ ചെല്ലാതിരിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. നമ്മുടെ ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന് അത്രമേൽ ശക്തിയുണ്ട്. ഒരു കാര്യം നമ്മൾ ഉറപ്പായും ശ്രദ്ധിക്കണം. മന്ത്രത്തിനെ നമ്മൾ മന്ത്രവിധി എന്നാണ് പറയുന്നത് മന്ത്രത്തിന്. അപ്പൊ നമ്മൾ അത് ചൊല്ലേണ്ട പോലെ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലിയാൽ മാത്രമേയാണ് നമുക്ക് അതിന്റെ ശക്തി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഒരുപാട് മന്ത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് മന്ത്രം, എന്താണ് അതിന്റെ ശക്തി എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? എന്താണ് ഉത്തരം വെച്ചാൽ എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയണത്. പേടിക്കൊന്നും വേണ്ട, ഞാൻ തോന്നണത് പറയാലോ, ധൈര്യമായിട്ട് പറയൂ കേട്ടോ. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും എന്താണ് മന്ത്രം, എന്താണ് മന്ത്രത്തിന്റെ ശക്തി, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ അല്ലെ? അതൊക്കെ നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അറിയണ പോലെ ചെയ്തോളൂ. ഞാനല്ലേ ചോദിക്കണേ, എന്തിനാ പേടിക്കണേ? ഈ പഞ്ചാക്ഷരി മന്ത്രം നമ്മളൊരു കൂട്ടുകാര് പറയുന്നത് കേട്ടിട്ടോ, ഏത് മന്ത്രമാണെങ്കിലും നമ്മളെ ഒരു കൂട്ടുകാരൻ, അതായത് ഒരു തുണക്കാരൻ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ പഠിക്കരുത്. പാഠപുസ്തകത്തിൽ നിന്നൊന്നും നമ്മൾ പഠിക്കരുത്. ഇതിന്റെയൊക്കെ സിദ്ധി ലഭിച്ചിട്ടുള്ള നല്ല ആചാര്യന്മാരിൽ നിന്ന് വേണം നമ്മളെ ഏത് മന്ത്രവും പഠിക്കാനായിട്ട്. അപ്പൊ ഈ മന്ത്രം നമ്മൾ അവരുടെ നിന്നൊക്കെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളിപ്പോ ഒരു അമ്പ് എയ്യാണെങ്കിൽ നമ്മൾ ശരിക്കും ആ അമ്പ് ശരിക്കായിട്ട് ഇങ്ങോട്ട് എയ്യുമ്പോൾ നല്ല ശക്തിയോട് കൂടിയിട്ടാണ് അത് ചെന്ന് പതിക്കുക അപ്പുറത്തേക്ക് അല്ലേ. അപ്പൊ അതിന് നല്ല സ്ഥാനം, കൃത്യമായ സ്ഥാനത്ത് അത് ചെന്ന് പതിക്കുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് അതുപോലെയല്ല, നമ്മൾ കൂട്ടുകാരിൽ നിന്നോ പാഠപുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എറിയണ പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ, ഒരു ഞാനിന്ന് അമ്പ് ചെയ്യുമ്പോൾ എത്രണ്ട് ശക്തി ഉണ്ട് അതിന്, കൈകൊണ്ട് എടുത്തെറിയുമ്പോൾ എത്രണ്ട് ശക്തി ഉണ്ടാവുമെന്ന്. അപ്പൊ അത്രയും വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഗുരുമുഖത്തുനിന്ന് വേണം മന്ത്രങ്ങളൊക്കെ പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചെറിയ ചെറിയ പിഴവുകൾ പറ്റും. അപ്പൊ നമുക്ക് വിചാരിച്ച ഫലമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും മന്ത്രങ്ങൾ പഠിക്കുമ്പോൾ ആചാര്യന്മാരിൽ നിന്ന് തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു വലിയ സിദ്ധി കിട്ടിയ ഒരു ആചാര്യനിൽ നിന്ന് എന്ത് പഠിച്ചാലും നമുക്ക് അതിന്റെ കൃത്യമായ അർത്ഥവും മനസ്സിലാവും. അതിന്റെ കൃത്യമായ നമ്മൾ അതുപോലെ ചെല്ലേണ്ട പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ കൃത്യമായ ഫലവും നമുക്ക് കിട്ടും. മറ്റത് നമുക്ക് അത്രയൊന്നും ഫലം കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ ആരെയൊന്നും നമുക്ക് പഠിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അത്രയും കൂടി ഫലം കിട്ടില്ല. കുഴപ്പമുണ്ടായിട്ടല്ല, ഫലം കുറയും. അറിയാലോ, നമ്മൾ തന്നെ എവിടുന്നെങ്കിലൊക്കെ കിട്ടിയ വിവരങ്ങളെ അത്ര ശരിക്കാവില്ലല്ലോ. നമ്മൾ സ്കൂളിൽ പോയി പഠിക്കണ പോലെ വരുന്നില്ലല്ലോ. നമ്മള് ഒരു സ്കൂളിൽ പോവാത്തൊരു കുട്ടി എവിടുന്നെങ്കിലൊക്കെ പഠിക്കുന്നുണ്ടാവും, അത്രയും കൂടി സിദ്ധി കിട്ടില്ല അല്ലെ. നേരെ മറിച്ച് ഒരു മാഷ് ഒരു ക്ലാസ് എടുത്ത് തരുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്നും മറക്കൂല. നമുക്കത് കൃത്യമായിട്ട് അതിന്റെ ഉത്തരം പറയാനും സാധിക്കും. മറ്റത് നമുക്ക് അത്രയും കൂടി ഇല്ല അല്ലെ. ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പുസ്തകങ്ങളൊക്കെ പല പുസ്തകങ്ങളും വാങ്ങി വായിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഗുരുമുഖത്തു നിന്ന് പഠിക്കണ അത്ര ഗുണം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പങ്ങളൊന്നുമില്ല. എന്ത് മന്ത്രവും എന്തും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഓം നമഃശിവായ അതിന്റെ അർത്ഥവും ശക്തിയും എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഈ ഓം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുടെ സമയത്തുണ്ടായ ശബ്ദമാണ് ഓംകാരം. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുക? ആദിനാഥം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുടെ സമയത്ത് ഉണ്ടായ ശബ്ദം ആയതുകൊണ്ട് തന്നെ ഓംകാരത്തിന് നല്ല പ്രത്യേകത ഉണ്ട്. അപ്പൊ നമ്മളുടെ ആദിനാഥം തന്നെ ഓം എന്നുള്ളതാണ്. നമ എന്ന് പറഞ്ഞാൽ സ്വയം സമർപ്പണം. അതുപോലെ തന്നെ ശിവായ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മളുടെ സകല ഭാരത്തെയും സകല ദുഃഖത്തെയും ശിവഭഗവാന്റെ കാൽക്കൽ നമ്മൾ സമർപ്പിക്കുന്നത് തന്നെയാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത്രയൊക്കെ ഉള്ളൂ, ഓം നമഃശിവായ. അപ്പൊ നമ്മളുടെ എന്തൊക്കെ ദുഃഖങ്ങളും എന്തൊക്കെ ഭാരങ്ങളും ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മളെ ശിവഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. അത്രയാണ് ഇതിന്റെ അർത്ഥമുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാല്ലേ, പിന്നെ നമുക്ക് യാതൊരു ദുഃഖമോ ദുരിതമോ ഒന്നുമില്ല. അതാണ് നമ്മൾ സ്ത്രീകൾ ദിവസം ഓം നമഃശിവായ ചൊല്ലണം എന്ന് പറയണത്. അപ്പൊ നമ്മളെ ഭഗവാൻ നമ്മളെ എല്ലാ ഭാരത്തെയും അദ്ദേഹം താങ്ങിക്കോളും. പിന്നെ നമുക്ക് ജീവിതത്തിൽ യാതൊരു ഭാരവും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ ഓം നമഃശിവായ എത്ര പ്രത്യേകമായി വരുന്നത് മനസ്സിലാക്കാം. ഒരു പുരുഷന്
ജോലി ചെയ്യുക, കുടുംബം പുലർത്തുക, അത്രമാത്രം ഉത്തരവാദിത്തമേ ഉള്ളൂ. എങ്കിലൊരു സ്ത്രീക്കോ നമ്മളുടെ കുടുംബഭാരം മുഴുവനും അവളുടെ തലയിലാണ് കേട്ടോ. ഭർത്താവിന്റെ കാര്യം, മക്കളുടെ കാര്യം, പിന്നെ നമ്മളുടെ കുടുംബം മുഴുവനും പോറ്റേണ്ട എല്ലാ ഉത്തരവാദിത്വം അവൾക്ക്. സാമ്പത്തിക പ്രശ്നം മുഴുവനും ഒരു സ്ത്രീയുടെ തലയിലാണ്. അപ്പൊ നമ്മൾ സ്ഥിരം ഓം നമഃശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കുകയെന്നറിയോ? പിന്നെ ആ വീട്ടിൽ വഴക്കോ വക്കാണോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ മക്കള് നമ്മൾ പറഞ്ഞതനുസരിക്കും. പിന്നെ അവരുടെ ഭാവി സുരക്ഷിതമായിക്കോളും. ഈ അമ്മ ഓം നമഃശിവായ ചൊല്ലിയാൽ മതി കൃത്യമായ സമയത്ത്. അത് എപ്പോഴാ ചെല്ലേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭർത്താവ് ചിലവരോടൊക്കെ കയർത്തിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലേ? അതിന് വേറെ ഒന്നും ചെല്ലണ്ട നിങ്ങൾ ഈ ഓം നമഃശിവായ കൃത്യസമയത്ത് ചൊല്ലിയാൽ മതി നിങ്ങൾ. അതുപോലെ തന്നെ മക്കൾ അനുസരണക്കേട് കാണിക്കണ വീട് നമ്മൾ കണ്ടിട്ടുണ്ട്. പഠിക്കാൻ മന്ദന്മാരായിട്ട് ഉഴന്നു പിടിച്ചിട്ട് പിന്നെ അമ്മോട് കയർത്ത് സംസാരിക്കുന്ന കുട്ടികളെ നമ്മളിന്ന് കണ്ടിട്ടുണ്ടല്ലേ? കുട്ടികൾക്ക് അനുസരണ കുറവ്, കലികാലല്ലേ? അപ്പൊ ഈ കലികാലത്തിൽ പ്രത്യേകിച്ചും ഓം നമഃശിവായക്ക് നമ്മളെ സ്ത്രീകളുടെ ജീവിതത്തിൽ നല്ലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയുന്നു, നമുക്ക് ഈ ടെൻഷൻ കാരണം ഒരു പോളെ കണ്ണടയ്ക്കാൻ പോലും പറ്റാത്ത സ്ത്രീകൾ ഇപ്പൊ ലോകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഈ ഓം നമഃശിവായ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ കുറയും. നമുക്ക് ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കക്കുറവ് ഒന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. പിന്നെ ഒരുപാട് സ്ത്രീകൾ ഒരുപോലെ പറയുന്നുണ്ട്, ലഘുവായി മനസ്സിന് നല്ല സുഖം കിട്ടി, മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. നമുക്ക് ഈ ടെൻഷൻ മാത്രമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരെ വന്നു ചേരുന്നുണ്ട് അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട കിട്ടണതിന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊന്നും അധികം പോകേണ്ടി വരില്ല, അസുഖങ്ങൾ നമുക്ക് കുറയും. അപ്പോൾ നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് കുറയും. മറ്റേത് നമ്മളെ വീട്ടിൽ എവിടുന്നൊക്കെ പൈസ വരുന്നുണ്ട്, ചെലവ് കൂടുന്നുണ്ട്. അതപ്പൊക്കെ ഈ ടെൻഷൻ കാരണം അസുഖങ്ങൾ വന്നു ചേരുകയാണ്. പലവിധ അസുഖങ്ങളുടെയും നമ്മളെ ഇത് കാരണം എന്താ? ടെൻഷൻ. ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വന്നു ചേരുമോ നമുക്ക് തന്നെ അറിയുന്നില്ല. ഉറക്കക്കുറവ് വന്നാൽ തന്നെ അറിയാലോ. പിന്നെ നമ്മൾ അസുഖത്തിന്റെ ഒരു കൂമ്പാരത്തിന്റെ ഉള്ളിലാണ്. ഈ ഷുഗറും പ്രഷറും ഒക്കെ വരുന്ന ടെൻഷൻ കാരനാണ്. അത് ഇപ്പോഴത്തെ ഭക്ഷണ രീതി കൊണ്ടും ഒരു ചെറിയൊരു പങ്കുണ്ടെങ്കിലും ടെൻഷൻ കാരനാണ് 100ൽ 99 അസുഖത്തിന്റെയും ആധാരം. അപ്പൊ നിങ്ങൾ ഈ ഓം നമഃശിവായ പഞ്ചാക്ഷര മന്ത്രം ഇടയ്ക്ക് നമ്മൾ ചെല്ലേണ്ട സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആശുപത്രി ചെലവോ ടെൻഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമേ ഉണ്ടാവില്ല. മനസ്സിന് നല്ല സുഖം കിട്ടും. നമ്മൾക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലേ? അതൊക്കെ നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത അത്രയും വിഷമം കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങളെ ഒരു പരിപൂർണ കവചം തന്നെ ഭഗവാൻ തീർത്തു തരും നിങ്ങൾ ഈ പഞ്ചാക്ഷര മന്ത്രം ചെയ്യുന്നതിലൂടെ. പിന്നെ നിങ്ങൾക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഗർഭധാരണം പോലും ഇപ്പൊ നടക്കുന്നില്ല. അതിന് പോലും ഉപകാരപ്പെടുന്നുണ്ട് നമ്മൾ ഈ പഞ്ചാക്ഷര മന്ത്രം. ഇത് എപ്പോഴൊക്കെ ചൊല്ലാം? നമുക്ക് രാവിലെ പ്രഭാത സന്ധ്യക്ക് ചെല്ലാം, വൈകിട്ട് പ്രദോഷ സന്ധ്യക്ക് ചെല്ലാം. ഈ പ്രഭാത സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വരുന്ന ആ സമയം, മനസ്സിലായില്ലേ? ഈ 6 മണിയുടെ മുന്നേട്ടോ 6 മണിക്കോ നമുക്ക് ചെല്ലാൻ രാവിലെ. വൈകിട്ട് പ്രദോഷ സന്ധ്യ എപ്പോഴാണ്? അപ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഇങ്ങനെ അറിയാലോ, സൂര്യാസ്തമയം ആ സമയത്ത്, അസ്തമിച്ചതിന് ശേഷമല്ല, അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ. അപ്പോഴും സമയം 6 മണി തന്നെയാണ്. ആ സമയത്ത് നിങ്ങളിത് ചൊല്ലാം. പക്ഷെ എങ്ങനെ ചൊല്ലണം ചോദിച്ചാൽ മനസ്സ് ശുദ്ധമാക്കിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനിൽ അർപ്പിക്കണം. നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഓം നമഃശിവായ ചൊല്ലിയാൽ മതി. അല്ലാതെ നമ്മളെ മനസ്സിൽ പല പല ചിന്തകളായിട്ട് ഇരുന്ന് ചൊല്ലുമ്പോൾ നമ്മൾ എന്താ ചൊല്ലിയേ, എത്ര പ്രാവശ്യം ചൊല്ലി, ഒന്നും നമുക്ക് ബുദ്ധി കിട്ടില്ല. അപ്പൊ നമ്മളെ മനസ്സ് ചഞ്ചല ചിത്തരായിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഓം നമഃശിവായ ചൊല്ലരുത്. നമ്മളെ മനസ്സിനെ ആദ്യം നമ്മൾ ഏകാഗ്രമാക്കണം. ഏകാഗ്രമാക്കാൻ വേണ്ടി നമ്മൾ ബ്രീത്ത് 2-3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒന്നിങ്ങനെ ഇരുന്ന് ചെയ്താൽ തന്നെ നമുക്ക് കുറേക്കൊരു റിലാക്സ് കിട്ടും. ഒരുപാട് ചിന്തകളിൽ നിന്ന് വിമുക്തരാകും. ആ സമയത്ത് വേണം നിങ്ങൾ ഈ ഓം നമഃശിവായ വീട്ടിൽ ചൊല്ലാനായിട്ട്. ഈ വീട്ടിൽ നമ്മൾ ചൊല്ലുന്ന സമയത്ത് കുട്ടികളെയും ഒക്കെ നിങ്ങൾ ഒപ്പം ഇരുത്തി അത് ശീലിപ്പിക്കണം. വയസ്സായവർ മാത്രമല്ല ഇത് ചൊല്ലേണ്ടത്, കുട്ടികൾ മുതൽ ചെറുപ്പം മുതൽക്ക് നിങ്ങളിത് ശീലിപ്പിച്ചു വരണം. 3 വയസ്സ് കുട്ടി അമ്മ അച്ഛൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ കുട്ടികളെ നിങ്ങളിത് ചൊല്ലി പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഈ പിന്നെ ഓം നമഃശിവായ എത്ര പ്രാവശ്യം ചെല്ലാം, പഞ്ചാക്ഷര മന്ത്രം അല്ലെങ്കിൽ നമഃശിവായ എത്ര പ്രാവശ്യം ചെല്ലാന്ന് പലർക്കും സംശയമുണ്ട്. നമുക്ക് സാധിക്കണം അത്ര ചെല്ലാം.
ചുരുക്കം പറഞ്ഞാൽ 21 തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ. ഇനി 21 തവണയിലധികം നമുക്ക് സമയം ഉണ്ടെങ്കിൽ 108 തവണ ചൊല്ലിക്കോളൂ. ഇനി 108 അല്ല, എനിക്ക് ഇത്തിരി കൂടി സമയമുണ്ട് തോന്നുന്നത് 1008 തവണ ചൊല്ലിക്കോളൂ. അല്ല, കുറച്ചും കൂടിയൊക്കെ എനിക്ക് സമയമുണ്ട് തോന്നുന്നത് 1,00,001 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇരുന്ന് ചൊല്ലിക്കോളൂ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. അപ്പൊ ഒരു ജപമാല നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലേ ജപമാല, അതുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലിയെന്ന് നമുക്ക് കണക്ക് കിട്ടും. പിന്നെ ഭഗവാനുള്ള ഒരു സംഭവമല്ലേ, ഭഗവാനെ നമ്മൾ മനസ്സിൽ കരുതി ചൊല്ലിയല്ലേ, തെറ്റിയാലും ഒരു കുഴപ്പമില്ല, എല്ലാം നമ്മളെ ഭഗവാൻ ക്ഷമിച്ചിരിക്കും. അപ്പൊ നമ്മൾ രാവിലെയും വൈകിട്ടും ചൊല്ലുക എന്നുള്ളൊരു കൃത്യസമയം മുഴുവനായിട്ടൊന്നും അല്ല കേട്ടോ. നമ്മളൊരു വാഹനത്തിൽ എവിടേക്കെങ്കിലും പോവുകയാണ്, ശരിക്കാണെങ്കിൽ 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് വേണം ശരിക്ക് നമ്മൾ ഈ പഞ്ചാക്ഷരി ചൊല്ലാനായിട്ട്. ഇനി അതിന് സാധിക്കാത്തവർ ഒരു 2 തിരി ഇട്ടിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓരോ തിരി കത്തി, നമ്മളുണ്ടല്ലോ ഈ 2 തിരി കൂട്ടി ഇങ്ങനെ കൈ കൂപ്പണ പോലെ ഇരുന്നിട്ടും നമുക്ക് അതിന്റെ മുന്നിൽ ഇരുന്നിട്ടും പഞ്ചാക്ഷരി ചൊല്ലാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യാണ്, നമുക്ക് വീട്ടിലിരുന്ന് ജോലി തിരക്ക് കാരണം സമയക്കുറവുണ്ടെങ്കിൽ ഒരു കാറിൽ യാത്ര ചെയ്യാണ്, ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ചിട്ട് നമുക്ക് ഭഗവാനില് ഈ പഞ്ചാക്ഷരി ചൊല്ലാവുന്നതാണ്. ഭഗവാനിൽ മനസ്സർപ്പിച്ചിട്ട് നമുക്ക് പഞ്ചാക്ഷരി ഇങ്ങനെ മനസ്സിൽ ചൊല്ലാവുന്നതാണ്. ഉറക്കെ ചൊല്ലണം എന്നൊന്നുമില്ല, 2 തരത്തിൽ നമുക്ക് ചൊല്ലാം. മൗനമായിട്ട് നമ്മളിങ്ങനെ ചിലവർ കണ്ടിട്ടില്ല, ഇങ്ങനെ ചുണ്ടനങ്ങനെ ഉണ്ടാവും, ശബ്ദമൊന്നും പുറത്തേക്ക് വരാതെ അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഈ പഞ്ചാക്ഷരി ചെല്ലാം. ഭഗവാൻ എല്ലാം നമ്മളിൽ ക്ഷമിച്ചോളും. പക്ഷെ എന്താ വേണ്ട, അസൂയ, കുശുമ്പ്, നമ്മളുണ്ടല്ലോ വേറെ ഒരുത്തനെ കൊണ്ട് കുറച്ച് കുറ്റം പറയുക, അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ മനസ്സ് ശുദ്ധാക്കണം. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് കിട്ടണില്ല, ഭഗവാന്റെ കൽപ്പന പോലുള്ള കാര്യങ്ങളെ ഭൂമിയിൽ നടക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും വിചാരിച്ചു അവൻ അത് ചെയ്ത് വരട്ടെ, എന്തായിട്ടും അവളെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ വരട്ടെ, കൂടുതൽ മാർക്ക് കിട്ടിയല്ലോ, എൻ്റെ കുട്ടിക്ക് അത്ര കിട്ടിയില്ലല്ലോ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ്. ഭഗവാൻ എന്തൊക്കെ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കും. മറ്റൊരാൾക്ക് കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചതാണ് കൊടുക്കണത്, കൊടുത്തോട്ടെ. നമുക്ക് തരണത് ഭഗവാൻ നമുക്ക് തന്നെ തരും, അത് വേറൊരാളിലേക്കും പോവില്ല. പക്ഷെ ആ പുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മള് ഭഗവാനില് സത്യസന്ധമായ മനസ്സ്, അതായത് നിർമ്മലമായ മനസ്സ് ഭഗവാനിൽ അർപ്പിക്കണം. പിന്നെ എല്ലാം ദൈവം നോക്കിക്കോളും. പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, റിലാക്സ്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ വരുന്നത് മുഴുവൻ നമ്മൾ ഭഗവാൻ ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുക, നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഈശ്വരൻ അല്ലേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പഞ്ചാക്ഷര മന്ത്രത്തിന്റെ എന്താണ് സ്ത്രീകൾക്ക് ചൊല്ലിയാലത്തെ ഗുണം എന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ. നമ്മൾക്ക് റിലാക്സ് ആയിട്ട് ജീവിക്കാൻ പറ്റും, ടെൻഷൻ വെക്കേണ്ട. എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാ രാവിലെ മുതൽ ഒരു സ്ത്രീ അല്ലേ, കുട്ടി പഠിച്ചില്ല, കുട്ടിക്ക് വലിച്ചു, കുട്ടി തുമ്മി, കുട്ടി ചുമച്ചു, അയ്യോ എന്തൊക്കെ, അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന കാണാനില്ല, അല്ലെങ്കിൽ അദ്ദേഹം മദ്യപിച്ചു, എന്തൊക്കെ ഒരു പ്രശ്നങ്ങളല്ലേ. നിങ്ങൾ ഭഗവാനിന്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ പഞ്ചാക്ഷരി ചൊല്ലിക്കോളൂ, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. പിന്നെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ. പിന്നെ നിങ്ങളുടെ വീട്ടില് ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാനായിട്ടും സാധിക്കും. ഭഗവാൻ നിങ്ങളെ എന്നെ വിചാരിച്ച് ജീവിക്കുന്ന ഒരാളുണ്ടല്ലോ, ഒരു കുടുംബം ഉണ്ടല്ലോ എന്ന് ഭഗവാൻ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ ചെയ്തു തരും. അങ്ങനെ വന്നു ചേരും കേട്ടോ, നിമിത്തങ്ങൾ വന്നു ചേരും, നന്നാവാനുള്ള നിമിത്തങ്ങൾ വന്നു ചേരും. അപ്പൊ ഈ നിമിത്തങ്ങൾ വന്നു ചേരണമെങ്കിൽ നമുക്ക് ഭക്തി അത്യാവശ്യമാണ്, കലികാലത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മള് നാവില് എപ്പോഴും ഓം നമഃശിവായ നമഃശിവായ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊക്കെ പറയേ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിപ്പോ എല്ലാവർക്കും ഇരുന്ന ഒരു ഭാഗത്ത് ഇരിക്കാൻ ഒഴിവ് കിട്ടാത്തൊരു ലോകമാണ് അല്ലേ. അപ്പൊ നിങ്ങള് എപ്പോഴെങ്കിലും ഒരു 2 മിനിറ്റെങ്കിലും 21 തവണ ചെല്ലാനെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണം. രാവിലെയും വൈകിട്ടും വിളക്ക് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ജപിക്കാം. അതിനൊന്നും സമയം കിട്ടുന്നെങ്കിൽ ഒരു നേരം കേട്ടോ, നിങ്ങൾ ആ പ്രദോഷ സന്ധ്യക്കെങ്കിലും വിളക്ക് വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പ്രഭാത സന്ധ്യക്ക് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും വിളക്ക് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അവിടുന്ന് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓം നമഃശിവായ. ശുഭം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഈ വീഡിയോ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.